ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മാങ്ങ അച്ചാറിടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ തലേദിവസം തന്നെ ഞങ്ങൾ മാങ്ങയെല്ലാം അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 5-6 ദിവസം ഉപ്പിലിട്ട ആ ഒരു ഇതുണ്ട് കേട്ടോ. ഇന്നലെ ഒരു ദിവസം തന്നെ ഇട്ട് വെച്ചപ്പോൾ ഇന്ന് രാവിലെ എടുത്തപ്പോൾ തന്നെ ആ ഒരു 5-6 ദിവസം ഉപ്പിലിട്ടതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. അച്ചാറൊക്കെ നല്ല എണ്ണ വേണം. അപ്പം നമ്മളിവിടെ 2 രീതിയിൽ അച്ചാറിടും. ഒന്ന് നമ്മുടെ നല്ലെണ്ണയിൽ ഇടും, പിന്നെ ഇതിൽ വെളിച്ചെണ്ണയിൽ ഇടും. പക്ഷേ എനിക്ക് മാങ്ങ അച്ചാർ വെളിച്ചെണ്ണയിൽ ഇടുന്നതാണ് ഇഷ്ടം. നല്ലെണ്ണയിൽ ഇടുന്നത് നാരങ്ങ അച്ചാർ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ കടുക് ഞാൻ കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് നന്നായിട്ട് എന്ന് വെച്ചാൽ കുറച്ചധികം കടുക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ കടുക് പൊട്ടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മണമുള്ള ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗാർലിക്കിൻ്റെ ആ ഒരു ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് മൂത്ത് വരണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കൊണ്ട് എനിക്ക് ജലദോഷമാണ്. അപ്പോൾ സൗണ്ടൊക്കെ ഒരു വൃത്തിയില്ലാതെ എനിക്കൊക്കെ തോന്നി കേട്ടോ. അതെല്ലാം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം. പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ടായി വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങാച്ചാർ. ഇന്നലെ മാങ്ങാച്ചാറല്ല, നമ്മളെ ഉപ്പിലിട്ട മാങ്ങ. അത് ഇന്നലെ ഞാൻ രാത്രി ഇട്ടതാണ്, ഒരു 11 മണിയൊക്കെ ആയപ്പോൾ അരിഞ്ഞിട്ടതായിരുന്നു. പക്ഷേ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ഇത് മൂത്ത് വന്ന സമയത്ത് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് തീ കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ കരിഞ്ഞിട്ടല്ല, ആ ഒരു ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ കടുക് പൊടി അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പാത്രത്തിൽ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത് ഫുള്ളും തട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ മാങ്ങ അച്ചാറിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ ഈ മുളക് പൊടി ഇടുന്ന സമയത്ത് നമ്മുടെ ചട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലാതുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിട്ടാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 3-4 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു അച്ചാറിനൊരു എരിയും നല്ല ടേസ്റ്റും കാണും. പിന്നെ നമ്മുടെ ഇത് സാധാ നോർമൽ മുളക് പൊടിയാണ്, കാശ്മീർ ചില്ലിയോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. നാടൻ പൊടിച്ച മുളക് പൊടിയാണ്. ഞങ്ങൾ ഇവിടെ മെല്ലുണ്ട്, അപ്പം ഞങ്ങൾ മെല്ലിൽ നിന്നാണ് ഇത് പൊടിച്ച് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഉപ്പിലിട്ട് വെച്ചിരുന്ന വെള്ളം, അത് ഈ മാങ്ങയുടെ തന്നെ ചാറാണ്, വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അതിലിട്ടൊന്ന് ഊറി വന്ന വെള്ളമാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അല്ലാതെ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം ഞാൻ തലേദിവസം നന്നായിട്ട് ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഉള്ള ഉപ്പിൽ തന്നെ ഞാൻ ആ ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കണേ. അപ്പം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്, തീ കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ, അത് ഞാൻ വിറക് വെച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു ഇതിൻ്റെ ഇത്. ഇത്ര കട്ടിയിലേ എടുക്കുന്നുള്ളൂ, വെള്ളം കണക്കൊന്നും ആക്കുന്നില്ല. പിന്നെ അതിൽ കുറച്ച് ചാരം കൂടെ കിടപ്പുണ്ടാകും. അപ്പോൾ അതും കൂടെ ഒഴിക്കുമ്പം അത്യാവശ്യം എന്നിട്ടും ഒരു മെൽറ്റായിട്ട് കിട്ടും. എന്നിട്ടും ഞാൻ അച്ചാറിട്ട് വന്ന സമയത്ത് നല്ല കട്ടിയായിട്ടാണ് ഇടുന്നത്. കുഴപ്പമില്ല, നമുക്ക് ചാറില്ലെങ്കിലും കഴിക്കാമല്ലോ. അച്ചാറല്ലേ 2 ദിവസമൊക്കെ ഇവിടെ ഇരിക്കത്തുള്ളൂ, കാരണം എല്ലാവർക്കും അച്ചാർ ഭയങ്കര ഇഷ്ടം. മാങ്ങ അച്ചാറൊക്കെ 2 ദിവസമൊക്കെ കൂടുതൽ ഇരിക്കത്തില്ല. അപ്പം എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ നോക്കണം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനൽ ലിങ്കൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ മാങ്ങ അച്ചാർ ഇട്ടത്. ഫൈനലായിട്ട് നമ്മുടെ മാങ്ങ അച്ചാറിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എന്നും ഉണ്ടാക്കുന്ന അച്ചാറിനെക്കാട്ടിയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ പൊട്ടുന്ന കുപ്പിയാണ് കേട്ടോ, അത് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒന്നും എടുക്കുന്നില്ല. നമ്മുടെ പൊട്ടുന്ന കുപ്പിയിൽ തന്നെയാണ് ഞാൻ അച്ചാറിടുന്നത്. കാരണം തലേ ദിവസം ഇട്ട് വെച്ചിരുന്ന കുപ്പിക്കകത്തേക്കാണ് ഞാനിത് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുപ്പിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. താങ്ക്